അപ്പം നമ്മൾ മാൾട്ടയിൽ കറങ്ങി റിട്ടേൺ പോവുകയാണ്. ഇതേ ഫ്ലൈറ്റിലോട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, നമ്മൾ റിട്ടേൺ പോകണം. മാൾട്ടയിൽ വന്ന് 4 ദിവസം കറങ്ങി അതിൻ്റെ റിട്ടേൺ പോണതിൻ്റെ സങ്കടമാണ്. പിള്ളേരെയൊക്കെ വിട്ട് ഫാമിലീനെയൊക്കെ ടാറ്റ പറഞ്ഞ് പോണതിൻ്റെ സങ്കടമാണ്. ശില്പാജി കരയുന്നു. ഫ്ലൈറ്റിലോട്ട് കയറാൻ തുടങ്ങും. ശില്പ ഫോട്ടോ എടുക്കണോ? ഇവിടെ Hello. We remind you that smoking, including the use of electronic cigarettes, is forbidden on board the aircraft. The lavatories are equipped with smoke detectors. Thank you. Number 20. Yeah, I am. Hello. If you have a device with damaged or weak lithium battery in the cabin, please turn it off, keep it on your person, and do not charge it while on board. Please inform the cabin crew member if your device is damaged or to produce smoke or exhaust or falls into the seat structure. We remind you that smoking, including the use of electronic cigarettes, is forbidden on board the aircraft. The lavatories are equipped with smoke detectors. Thank you. Bye bye. നേരെ അപ്പം മ്യൂണിക്കിലോട്ട്. ഹായ്. എന്ത് ഫുഡ് കഴിക്കും ഗൈസ്? നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാനുള്ള തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതന്നെ, ജർമ്മനിയിലെ എയർപോർട്ടിൻ്റെ അവിടെ നമ്മൾ ലേ ഓവർ ടൈമിൽ നമുക്കൊരു 2-2.5 മണിക്കൂർ 3 മണിക്കൂറോളം ലേ ഓവർ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ ഒക്കെ അവിടെ ഒന്നിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷൊക്കെ ആയിട്ട് ഇനി നമുക്കൊരു 1 hour കൂടെ ഫ്ലൈയിങ് ടൈം ഉണ്ട്. അപ്പം നമുക്ക് എത്തുമ്പോഴത്തേനും 12 മണിയാകും. പിന്നെ ഒന്നും കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ടൈമില്ല. അത് തന്നെ. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ തപ്പി കണ്ടുപിടിക്കാം ഗൈസ്. കമ്മോ, ബർഗറെ കഴിക്കൂ. കഞ്ഞി കിട്ടുമോ? കഞ്ഞി. നമ്മളിങ്ങനെ എയർപോർട്ടിൽ കൂടെ ഫുഡ് അന്വേഷിച്ച് വന്നപ്പോഴാണ് നമ്മളിവിടെ വർക്ക് സ്റ്റേഷൻ കണ്ടോ. ജർമ്മനിയിൽ മ്യൂണിക് എയർപോർട്ടിലാണിത്. നിറയെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ആംബിയൻസ് ആയിട്ട്. അതായത് ഇവിടെ വന്നിട്ട് ലേ ഓവർ ടൈമിൽ വർക്ക് ചെയ്യേണ്ടവർക്കൊക്കെ ഇവിടെ വന്നിരിക്കാം, വർക്ക് ചെയ്യാം. നല്ല പ്ലഗ് പോയിൻ്റൊക്കെ ഉണ്ട്. നിന്ന് വർക്ക് ചെയ്യേണ്ടവർക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം. ചെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ആംബിയൻസ് ഉണ്ട്. അപ്പുറത്തതേ വേറൊരു ടൈപ്പ് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണിച്ചാലോ? യെസ്. ഇപ്പോൾ പോകുന്നവർക്ക് ഇപ്പോൾ ഐ ടി അല്ല, ഏത് ഇൻഡസ്ട്രി ആയാലും ഇടയ്ക്ക് ഇങ്ങനെ വർക്ക് ചെയ്യുക, മീറ്റിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളിയായിട്ടുണ്ട്. ശില്പാജിക്ക് ലാപ്പായിട്ട് വന്നായിരുന്നെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യായിരുന്നു. വർക്കിങ്ങേ വേണ്ടെന്നുള്ള രീതിയിലാണ് ശില്പാജി ഇപ്പം നിൽക്കുന്നത്.
ഇപ്പോൾ നമ്മുടെ മാൽട്ട ട്രിപ്പിൻ്റെ എൻ്റെ ഫസ്റ്റ് ഒരുമിച്ചുള്ള ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ നമ്മൾ ജർമ്മനിയിലും മ്യൂണിക് എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ലെയോറിൽ 3 മണിക്കൂറിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഗേറ്റ് K15 നമ്മൾ വെയിറ്റ് ചെയ്യും. K15 അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇനി ഇത് ബോർഡിംഗ് പാസ് എല്ലാം റെഡിയാക്കി ഇരിക്കുന്നുണ്ട്. അവിടുന്ന് കയറിപ്പോയി കിടന്നുറങ്ങിയാൽ മതി. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 9:15 ഇവിടുത്തെ ടൈം. നമ്മളൊരു 12:12 ആകുമ്പോഴത്തേനും അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കിടന്നുറങ്ങി റെസ്റ്റ്. വയ്യണ്ടേ 4 ദിവസം ഓട്ടോ ആയിരുന്നു. അതെ, ടയേർഡായി എന്നൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ നമുക്ക് കാണുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും പറഞ്ഞു നമ്മൾ ഫൈനൽ ഫ്ലൈറ്റിൽ വലുത് കല്ല് വെച്ച് കയറാൻ പോകും. ഇതൊക്കെ അവിടുത്തെ ഇറക്കുമതി. ഒന്നും നോക്കണ്ട നിങ്ങൾ. തൊപ്പി കൂട്ടും ഡ്രസ്സും ഒക്കെ അവിടുത്തെ ഇറക്കുമതി. എൻ്റെ ആദ്യം ഞാൻ മാത്രമേ പഴയതാവും. ഓക്കെ, അപ്പോൾ നേരെ ഫ്ലൈറ്റിലോട്ട്. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് കോപ്പൻഹേഗനിൽ തിരിച്ചെത്തിരിക്കുകയാണ്, ഡെൻമാർക്കിൽ. ഓക്കെ, ഇനി അപ്പം നേരെ നമ്മളൊരു മെട്രോ പിടിക്കുന്നു, പിന്നെ ഒരു ബസ് പിടിക്കുന്നു. അതിപ്പോൾ സമയം രാത്രി 12 മണി, ഏകദേശം 1 മണി 1:30 ആകുമ്പോഴത്തേനും നമ്മൾ വീടെത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അതെ എയർപോർട്ടിൽ നമ്മൾ പുറത്തോട്ട് കിടക്കുകയാണ്. പോയവിടെ തന്നെ തിരിച്ചെത്തി. അപ്പോൾ പോയിട്ട് ഒരു ദിവസം റെസ്റ്റ് എടുത്ത് ഇതിൻ്റെ ട്രിപ്പിൻ്റെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഫുൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. എനിക്ക് വലിയ താല്പര്യമില്ല, മടിയാവുന്നു. അങ്ങനെ ട്രിപ്പിൻ്റെ ലാസ്റ്റായിട്ട് നമ്മൾ നേരെ മെട്രോയിൽ വീട്ടിലോട്ട്. മെട്രോയുടെ ഫ്രണ്ട് സീറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ ട്രിപ്പ് കഴിഞ്ഞ് ഇന്നലെ രാത്രി തിരിച്ചെത്തി. ഇപ്പോൾ രാവിലെ എണീറ്റിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച ദുരുദ്ദേശം കാണിച്ചു തരാനാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്യാമറ ഫ്രണ്ടിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കാഴ്ചകളിലോട്ട് പോകാം. നമ്മൾ ട്രിപ്പിന്റെ വകയായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഐറ്റം ഡ്രസ്സാണ്. ഞങ്ങൾക്ക് ഇവിടെ വിന്റർ ക്ലോത്ത്സ് കുറവാണ്, ഭയങ്കര റേറ്റും ആണ് ഡെൻമാർക്കിൽ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ഷോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മേടിച്ച ഐറ്റംസ് ഏതൊക്കെയാണെന്ന് കാണിക്കുന്നത്. നമുക്ക് ശില്പയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം സ്നോയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ, അല്ലെങ്കിൽ റെയിൻ കോട്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു നല്ലൊരു കോട്ടാണ്. പിങ്ക് ആണ് ഫേവറേറ്റ് കളർ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ. പിന്നെ ഡാർക്ക് ബ്ലൂ, അതുകൊണ്ട് പിങ്കിന്റെ 2 ഐറ്റം എടുത്തിട്ടുണ്ട്. ഒന്ന് ഇങ്ങനെ, പിന്നെ ഒന്ന് ഹുഡി പോലത്തെ ടൈപ്പിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ട് നമ്മള്. ഇങ്ങനെ ഒരു കുഞ്ഞു ഹുഡി ടൈപ്പില്. പിന്നെ ശില്പയ്ക്ക് ഒരു അവിടെ ഡെക്കാത്തലോൺ ഉണ്ടായിരുന്നു, അപ്പൊ അവിടുന്ന് അതിന്റെ ഒരു ഹുഡി ടൈപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്ക് ഞങ്ങൾക്ക് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഞങ്ങൾക്ക് ഒരേ ടീഷർട്ട്സ്, ഒരേ ഹുഡീസ് ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യുണീക്ക് ആയിട്ടുള്ളൊരു 3 ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബ്രൗൺ കളർ ഒരെണ്ണം എടുത്തു, ബ്ലൂ കളറിൽ ഒരു ഹുഡി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതും ഓക്കെയാണ്, ഒരു ഡാർക്ക് സ്വെറ്റർ ടൈപ്പ് ഒരു ഇതാണ്. പിന്നെ അവിടുന്ന് ഒരു പുതപ്പും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുതപ്പും. അത് ഇതാണ്, ഭയങ്കര സോഫ്റ്റ് ആണ്, നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല പഞ്ഞി പോലെ ഉണ്ടാവും. പിന്നെ ഒരു ക്യാപ്പ്, ഒരു പിങ്ക് ക്യാപ്പ്. ഇനി ഇവിടെ ഇപ്പോൾ വിന്റർ സീസൺ ആകില്ല, അപ്പോൾ പുറത്തിറങ്ങണമെങ്കിൽ ഇത് ആവശ്യമുണ്ട്. പിന്നെ ഒരു ബ്ലൂ, ഇത് നമ്മൾ ഡെക്കാത്തലോണിൽ നിന്ന് എടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഐറ്റം അങ്ങനെ എടുത്തിട്ടുണ്ട്. ഡ്രസ്സ് നമ്മൾ കോമണി പർച്ചേസ് ചെയ്ത് ഇത്രയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1-2 ഐറ്റംസും കൂടി ഉണ്ട്. അതായത് ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് എൻ്റെ ഡ്രസ്സ് അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. മീൻസ് കിച്ചൺ ഐറ്റംസ് അങ്ങനെയൊക്കെ കുറേ കൊണ്ടുവന്നപ്പോൾ ഡ്രസ്സ് കൊണ്ടുവരാൻ വിട്ടുവരുന്നു. അപ്പോൾ നമ്മൾ എടുത്ത ഐറ്റംസ് ആണ്. എനിക്ക് ഓൾറെഡി ചേച്ചി അവിടെ കുറേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെയുള്ളതാണ് ടീഷർട്ട്സ് 1 2 3 4 5 6 7 8 ഒരു 8 ടീഷർട്ട്സും അതുപോലെ തന്നെ ഒരു ഷോർട്ട്സും ഉണ്ട്. 1-2 അളിയൻ അവിടെ പർച്ചേസ് ചെയ്തപ്പോൾ ഓവർ സൈസ്ഡ് ആയിട്ടിരുന്നത് ഞാൻ എടുത്തിട്ട് വന്നതാണ്. പിന്നെ എനിക്ക് നല്ലൊരു ബാഗ് കിട്ടി. എൻ്റെ ഒരു ചെറിയ ഹാൻഡ് ബാഗ് പോലെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട്, എനിക്ക് എപ്പോഴും ഈ ഒരു ലെതർ സോഫ്റ്റ് ആയിരിക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പം നല്ലൊരു ബാഗ് കിട്ടി. പിന്നെ ഞങ്ങളുടെ മെയിൻ സെക്ഷൻ ഷൂസ് ആണ്. വീട്ടിലിടുന്ന ഒരു ചപ്പൽസും ഒരു ഷൂ, ഒരു ഇതുവരെ എൻ്റെ സെക്ഷൻ. ഈ ഒരു ഷൂ മാത്രമേ ഞാൻ വാങ്ങിച്ചു കൊടുത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരു 4 ചപ്പൽസ് അതുപോലെ കുറേ ടീഷർട്ട്സ് അങ്ങനെ മേടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ. ഓക്കെ, ശരിക്കും ഇതൊന്നും ഞങ്ങൾ അധികം ഉദ്ദേശിച്ച് പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിച്ച് പോയിട്ടുള്ള ഐറ്റത്തിലോട്ടാണ് നമ്മുടെ ഇനി കാഴ്ചകളിലോട്ട് പോകുന്നത്. യെസ്, നമ്മളൊരു പലചരക്ക് കട തന്നെ ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ട് പോന്നിട്ടുണ്ട്. ഫ്രോസൺ ഐറ്റംസ് പറയാം.
ഫ്രോസൺ. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഏറ്റവും മിസ് ചെയ്യുന്ന ഐറ്റംസ് നാട്ടിലെ നമ്മുടെ ഐറ്റംസ് ആണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവർ ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് ഇഷ്ടംപോലെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്നുള്ള പോലെ. അപ്പോൾ നല്ല വെള്ളയപ്പം, നല്ല കള്ളപ്പമാണത്. ഞങ്ങൾ അവിടുന്ന് കഴിച്ച് നോക്കിയിട്ടാണ് ഇതെല്ലാം കൊണ്ടുവന്നത്. ഇതെല്ലാം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടത് മാത്രം വാങ്ങിച്ചിട്ടുണ്ടെന്നാണ്. പിന്നെ നല്ല ഇടിയപ്പം ഉണ്ട്, ചക്കയുടെ, നമ്മൾ ചക്കയുടെ പറയും. നമ്മൾ വീട്ടിൽ മമ്മി അടിപൊളിയായിട്ട് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അത്യാവശ്യം നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് 2 എണ്ണം മേടിച്ചു. പിന്നെ പൊറോട്ടയാണ്, ഫ്രോസൺ പൊറോട്ടയാണ്. ഇത് കുക്ക്ഡ് അല്ല, ജസ്റ്റ് മാവ് അങ്ങനെ അതേ കട്ട് ചെയ്ത് ആ ഷേപ്പിൽ നമുക്ക് ജസ്റ്റ് കുക്ക് ചെയ്ത് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. അപ്പോൾ അതിൻ്റെ ഒരു 20 എണ്ണത്തിൻ്റെ പീസ്. പിന്നെ ബനാന ഫ്രൈ, നമ്മുടെ പഴംപൊരി, അതിന്റെ ഒരു 2 പീസ് ഉണ്ട്. പിന്നെ സമൂസ ഉണ്ട്. ഇത്രയും ഫ്രോസൺ ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പൊ എടുത്തു വെച്ചാണ്. അപ്പൊ ഫ്രോസൺ ഐറ്റംസ് ഞങ്ങൾ കട്ട് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് പാക്ക് ചെയ്തതിനു ശേഷം ബാക്കി എടുക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ ഫ്രോസൺ എല്ലാം ടൈം മാറും ഗൈസ്. അപ്പൊ നമ്മൾ ഫ്രോസൺ ഐറ്റംസ് ഫ്രിഡ്ജിലോട്ട് മാറ്റി ബാക്കി എന്തൊക്കെയാണ് മേടിച്ചെന്നുള്ളത് നമുക്ക് ഇന്ന് പറയാം. പിന്നെ ആദ്യമായിട്ട് സ്നാക്സ് നമുക്ക് മിച്ചർ മേടിച്ചിട്ടുണ്ട്. ബോംബെ മിച്ചറും ഇത് നമ്മുടെ മലബാർ മിച്ചർ 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ സ്നാക്സ് കിട്ടുന്നത് നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ആയിരുന്നു, ഒരു മസാല ടൈപ്പ്. നമുക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല, പക്ഷെ നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മളത് കഴിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് മേടിച്ചു. ഇവിടെ പക്കാവട, ഞങ്ങളുടെ നാട്ടിൽ പക്കാവട എന്ന് പറയും, അതും കൂടെ മേടിച്ചു. ഇത്ര സ്നാക്സ് ആയിട്ട് മേടിച്ചു. പിന്നെ 2 ഓറിയോ ബിസ്ക്കറ്റ്. ഇവിടെ ഓറിയോ ബിസ്ക്കറ്റിന് നല്ല റേറ്റ് ഉണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയതുകൊണ്ട് അതും 2-3 പാക്കറ്റ് മേടിച്ചു. പിന്നെ ഇത് 2 സോയാ ബോൾസ്, ചെറിയ സോയാ ബോൾസ് ഇവിടെ അധികം കണ്ടില്ല, വലിയതാണ് കണ്ടത്. അപ്പൊ ചേച്ചി ഉപ്പേരി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതും മേടിച്ചു. പിന്നെ അവിടെ ഒരു ചേച്ചി ഉണ്ടാക്കി തന്നതാണ് കേരള ടൈപ്പ് ചമ്മന്തിപ്പൊടി, അത് ഒരു ഡപ്പ. മലയാളി ചേച്ചി ഇങ്ങനെ കുക്ക് ചെയ്ത് തരുന്നതാണ്. പിന്നെ നമുക്കൊരു അച്ചാർ, അതുപോലെ കോഫിയാണ് ഞങ്ങളുടെ ഇഷ്ടം, ബ്രൂവിന്റെ കോഫി. പിന്നെ നമ്മുടെ നാട്ടിലെ സെയിം മസാലകൾ ഇവിടെ കിട്ടൽ കുറവാണ്. ഇവിടെ കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഐറ്റംസ്, ഏഷ്യൻ അങ്ങനത്തെ പൊടികളും ഇതൊക്കെയാണ് കിട്ടുന്നത്. നമ്മുടെ ഹോട്ട് ചില്ലി മിക്സ് അങ്ങനെയൊക്കെ പറയണ്ട കിട്ടുക, നമ്മുടെ ഒരു ഫ്ലേവറിന് സെറ്റ് ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ചിക്കൻ മസാല, 2 മീറ്റ് മസാല, 2 പാക്കറ്റ് സാമ്പാർ പൊടി, പിന്നെ ഇത് വന്നിട്ട് ഇഡ്ലിപ്പൊടിയാണ്. എൻ്റെ ആ ഒരു പാലക്കാട് ഏരിയയിലൊക്കെ യൂസ് ചെയ്യും. ഇഡ്ലിക്ക് ഒരു മസാലപ്പൊടി പോലെ ഒരു രസം പാക്കറ്റ് വാങ്ങിച്ചു, തണുപ്പൊക്കെ വരികയല്ലേ. പിന്നെ നല്ലൊരു പുളി മേടിച്ചു. ഇത് അവരക്കാന്ന് പറയും, നിങ്ങളുടെ അവിടെ എന്താ പറയുന്ന അറിയില്ല. കാരണം ഇപ്പൊ ഞാൻ അവരക്കാന്ന് പറയുമ്പോ ഇവരിതിനെ വേറെ എന്തോ ആണ് എന്താ പറയുന്നത് അറിയില്ല. ചേച്ചി എന്തോ ഒരു പേര് പറഞ്ഞു. നമ്മൾ 1 ടയറിന്റെ ഒരു വലിയ പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഉണക്ക് കപ്പ അവിടെ കിട്ടുന്നുണ്ടായിരുന്നു, അപ്പൊ അത് നല്ലത് കുറെ മേടിച്ചു. കറിവേപ്പില ഒക്കെ അത് കട്ടപ്പായിട്ട് കൂടെ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, അതിന്റെ എല്ലാം കൂടെ ഒരു മിക്സ്. പപ്പടം മേടിച്ചു, ജീരകമുണ്ട്. പിന്നെ ശില്പാജിയുടെ മെയിൻ ഐറ്റം ആണ് ഈ അവിടെ ചെന്നപ്പോൾ അവിടെ 2 കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നു. അതേപോലെ ഈ വീട്ടിലെ കുഞ്ഞിക്കൊച്ചാണ് ഇവിടെ ഉള്ളത്. കുഞ്ഞിക്കൊച്ചിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ്. 1 ടയറിന് 2, 3, 4. പക്ഷെ ഒരു മാസം ഇങ്ങനെ തികഞ്ഞാൽ മതി എന്നാണ് എന്റെ പ്രാർത്ഥന. ഓക്കെ, പിന്നെ നമ്മൾ ചെറുപയർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഡെറ്റോളിന്റെ 3-4 സോപ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു ഗ്രോസറി. ഓൾറെഡി നമ്മൾ ഫ്രോസണും കൂടെ കാണിച്ചു. അപ്പൊ അത്ര ഐറ്റംസ് നമ്മൾ അതിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പായ മാൾട്ട ട്രിപ്പ് വഴി നമുക്ക് കിട്ടിയത്. ഫാമിലിയുടെ കൂടെ 2 ദിവസം അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. ഓട്ടപ്പാച്ചിലായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ അങ്ങനെ ഇത് പിന്നെ ചെരുപ്പ്, ഡ്രസ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്സ് പോയിട്ട് വന്നതിൻ്റെ. സോ അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് മാൾട്ടയിലെത്തി. ഓക്കെ, ഇനി ബാക്ക് ടു ഡെൻമാർക്ക് ലൈഫ്. ബൈ ബൈ. വി ഫോർ വിക്ടറി.